Hello everyone, welcome to Rise Up Ethics Daily Answer Writing Day 16. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇന്ന് നമ്മൾ സിലബസിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ കേസ് സ്റ്റഡി എഴുതുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ പബ്ലിക് സ്ഫിയറിലാണെങ്കിലും നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരു പ്രശ്നമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ പബ്ലിക് സെക്ടർ arises when official duties, public interest and personal interest are taking priorities one above the other. How can this conflict in administration can be resolved? Describe with an example. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ഐഡിയൽ ഇൻട്രോ എന്ന് പറയുന്നത് നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ട് തുടങ്ങുന്നതാണ്. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഒഫീഷ്യൽ ഡ്യൂട്ടീസ്, പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൈവറ്റ് ലൈഫ്, ഇതിൽ മൂന്നിലും എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് ആൻഡ് ഹൗ ഡസ് വൺ ടേക്ക് പ്രയോറിറ്റി ഓവർ ദി അതർ എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഹൗ ക്യാൻ ദിസ് കോൺഫ്ലിക്റ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി റിസോൾവ്, എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ്, ഏതെങ്കിലും ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി നമ്മളോട് അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും ഐഡിയൽ ഇൻട്രോ എന്ന് പറയുന്നത് എന്താണ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ്. സോ യു ക്യാൻ റൈറ്റ് definition of conflict of interest according to your understanding of conflict of interest. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, conflict of interest is a situation where public officials' personal interests such as financial gain, family ties or political loyalties clash with their official responsibilities and the broader public interest. അതായത് പേഴ്സണൽ ഇൻട്രസ്റ്റും പബ്ലിക് ഇൻട്രസ്റ്റും ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെഫിനിഷനിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഓൾവേസ് ഇംപ്ലൈ കറപ്ഷൻ ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് കണ്ടീഷൻസ് വെർ ഇംപാർഷ്യാലിറ്റി, ഫെയർനെസ് ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി കോംപ്രമൈസ്ഡ്. എപ്പോഴും ഇത് എന്താവണമെന്നില്ല, ഒരു കറപ്റ്റ് പ്രാക്ടീസസോ ഒരു പെർട്ടിക്കുലർ ആക്ഷനോ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ ജഡ്ജ്മെന്റിലുള്ള ഫെയർനെസ് അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഇംപാർഷ്യാലിറ്റി ഒക്കെ എന്താണ്, ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പാർട്ടായിട്ട് വരും. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ഇൻട്രോ വെച്ച് തുടങ്ങാം. അതിന് ശേഷം നമുക്കിവിടെ പ്രത്യേകമായിട്ട് ഇവർ എന്ത് പറയുന്നുണ്ട്, ഒഫീഷ്യൽ ഡ്യൂട്ടി, പബ്ലിക് ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഓരോന്നും ഈച്ച് അതർ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കുക. വിത്ത് ആൻ എക്സാമ്പിൾ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം ഒഫീഷ്യൽ ഡ്യൂട്ടി വേഴ്സസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ, വെൻ ആൻ ഓഫീസർ അലോസ് പേഴ്സണൽ ഗെയിൻ ടു ഓവർ റൈറ്റ് ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ടാക്സ് ഓഫീസർ ഇഗ്നോറിംഗ് വയലേഷൻസ് ഓഫ് എ കമ്പനി ബിക്കോസ് ദ ഫേം ഇസ് ഓൺഡ് ബൈ എ ക്ലോസ് ഫ്രണ്ട്. ഇവിടെ ഈ ക്ലോസ് ഫ്രണ്ടിന്റെ കമ്പനീനെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ടാക്സ് വയലേഷൻസ് ഓഫീസർ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓവർ ഒഫീഷ്യൽ ഡ്യൂട്ടി ആണ് വരുന്നത്. അപ്പം അതെങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് വേഴ്സസ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതിലിപ്പം നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ, പബ്ലിക് ഗുഡിന്റെ ഡിസിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ബെനിഫിറ്റ് ബേസ് ചെയ്തിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് വേഴ്സസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പൊ മുനിസിപ്പൽ ഓഫീസർ എന്ത് ചെയ്യാണ്, approving housing project on unsafe land because building offers them a share in profits. അപ്പൊ ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബിൽഡിംഗ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കാന്ന് പറയുമ്പോൾ ഓഫീസർ എന്ത് ചെയ്യാണ്, ഒരു അൺസേഫ് ലാൻഡിൽ ഹൗസിംഗ് പ്രോജക്ട് അപ്രൂവ് ചെയ്യുന്നതിനെ എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത്, അയാളുടെ എന്താണ് ഫിനാൻഷ്യൽ ഗെയിൻ ആണ് പബ്ലിക് ഇൻട്രസ്റ്റിനെ, പബ്ലിക് ഗുഡിനെ, ലാർജർ പബ്ലിക് ഗുഡിനേക്കാളും മുന്നിൽ നിൽക്കുന്നത്. അപ്പം അത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് വേഴ്സസ് പബ്ലിക് ഇൻട്രസ്റ്റ്, അവിടെയാണെങ്കിലും സ്ട്രിക്ട്ലി എൻഫോഴ്സിങ് എവിക്ഷൻ ഓഫ് സ്ട്രീറ്റ് വെൻഡേഴ്സ് വിത്തൗട്ട് കൺസിഡറിംഗ് ദെയർ ലൈവ്ലിഹുഡ്, റീഹാബിലിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യൽ ഡ്യൂട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ പബ്ലിക് ഇൻട്രസ്റ്റിനെ എന്താ ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഏതെങ്കിലും നമുക്ക് രണ്ട് എന്താണ് ലോയൽറ്റീസ് വരുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്തതിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അത് ആക്ച്വലി ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രോയും അതിനൊരു കോണ്ടെക്സ്റ്റും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഈ ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്യും, ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് ഹൗ ക്യാൻ ദിസ് കോൺഫ്ലിക്ട് ഇൻ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി റിസോൾവ്ഡ്. എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി റിസോൾവ് നോട്ട് ബൈ എലിമിനേറ്റിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ബട്ട് ബൈ മാനേജിംഗ് ഇറ്റ് ത്രൂ എത്തിക്കൽ സേഫ് ഗാർഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താ പറയാ, നമ്മൾ ആ ഡ്യൂട്ടി ഏറ്റെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എങ്ങനെയാ എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്, ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം നിങ്ങൾ ഈ പറയുന്ന മെഷേഴ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങാതെ ഒരു ഇതേപോലെ എന്തെങ്കിലും ഒരു സെന്റൻസ് കൊടുത്തിട്ട് മെഷേഴ്സ് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലോ ഉണ്ടാവും ആൻസറിന്. സോ യു ക്യാൻ ട്രൈ ദിസ്. ഇപ്പം അതിൽ ഒന്നാമത് വരുന്നത് ക്ലിയർ എത്തിക്കൽ കോഡ്സ്. നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം സർവീസ് കണ്ടക്ട് റൂൾസ് ഉണ്ട്, നമുക്ക് ഗിഫ്റ്റുകളൊന്നും വാങ്ങിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള റൂൾസ് ഉണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് വേറെ ആരോടും ഇങ്ങനെയുള്ള ലോയൽറ്റീസും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. സോ അഡോപ്ഷൻ ഓഫ് സർവീസ് കണ്ടക്ട് റൂൾസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന്റെ റെസൊല്യൂഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, നമ്മുടെ അസറ്റിന്റെയും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റുകളുടെ ഒക്കെ എന്ത് ചെയ്യാം, ഡിസ്ക്ലോഷർ പ്രോപ്പറായിട്ട് ഡിക്ലറേഷൻ എന്ത് ചെയ്യാം, നമ്മുടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കമ്പനീസിൽ ഷെയർ ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ മാനിപ്പുലേഷൻ ഒന്നും നടത്താൻ പറ്റില്ല. ബിക്കോസ് അതിൽ മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ കറപ്റ്റഡ് ഓഫീസർ ആവുകയാണ് ചെയ്യുന്നത്. സോ വി വോണ്ട് ഡു ദാറ്റ്. അപ്പം അതിൽ നമ്മുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഇത്തരം അസറ്റ്സും ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റുകളൊക്കെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു എന്താണ് മെത്തേഡ് ഫോർ റിസോൾവിംഗ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക ബേസിക്കലി. ആൻഡ് റെക്യൂസൽ ഫ്രം ഡിസിഷൻസ്. ഇപ്പോൾ ഒഫീഷ്യൽസ് ഷുഡ് വിത്ഡ്രോ ഫ്രം ഡിസിഷൻ മേക്കിംഗ് ഇൻ കേസ് വെർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആർ ഇൻവോൾവ്. ഇപ്പം ജഡ്ജസിനൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നിങ്ങൾ എന്താണ് നരസിംഹ മൂവിയൊക്കെ കണ്ടിട്ടുള്ളതാണ്. നരസിംഹത്തിൽ എന്താ സംഭവിച്ചത്, തിലകന് ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം മോനാണ്. ഇപ്പുറത്ത് ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫെയർ ജഡ്ജ്മെന്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ തിലകൻ ഒരു സൈഡിലേക്ക് കൂടുതൽ എന്തായി എന്താണ് കൂടുതൽ ചാഞ്ഞപ്പോ അതിന്റെ വിഷയത്തിന്റെ മെറിറ്റ് കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് എന്ത് സംഭവിച്ചത്, നരസിംഹത്തിലെ മോഹൻലാൽ കുറെ കാലം ജയിലിലായത്. അപ്പൊ ബേസിക്കലി എന്താ അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അവിടെ ഈ പറയുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അറൈസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ജഡ്ജ് എന്ത് ചെയ്യണമായിരുന്നു, ആ ഡിസിഷനിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. കാരണം അവിടെ ഒരു ഫെയർ ജഡ്ജ്മെന്റ് എൻഷുർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ന്യൂട്രൽ പേഴ്സണാലിറ്റി ആയിരുന്നു അവിടെ എന്ത് പറയേണ്ടത്, ജഡ്ജ്മെന്റ് പറയേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കേസസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസിൽ നിന്ന് റെക്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ക്യാൻ ബി എ മെത്തേഡ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഓവർസൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വിജിലൻസ്, ലോക്പാലൊക്കെ പോലെയുള്ള ഓർഗനൈസേഷൻ, അതായത് അതോറിറ്റീസ് ഉണ്ട്. അപ്പം ഇവരുടെ ഇൻഡിപെൻഡന്റ് ഓവർസൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ പാർലമെന്ററി കമ്മിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓവർസൈറ്റ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. അതുപോലെ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുക. സോ ദാറ്റ് വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കേസസ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് റിപ്പോർട്ടിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പം അൺഎത്തിക്കൽ പ്രാക്ടീസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടി ലിമിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് സെൻസിറ്റൈസേഷൻ, നമുക്ക് പബ്ലിക് സർവൻസിന് എന്ത് ചെയ്യുക, ഈ പറയുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അവർക്ക് അവയർനെസ് ജനറേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഇതിന്റെ കോൺഫ്ലിക്ട് റെസൊല്യൂഷന് വേണ്ടി പറ്റുക. അതിനുശേഷം നമ്മളോട് ഒരു എക്സാമ്പിൾ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ എക്സാമ്പിൾസ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങനെ എഴുതി പോവാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ പെർട്ടിക്കുലർ എക്സാമ്പിൾ കൊടുത്തിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇഫ് എ മുനിസിപ്പൽ കമ്മീഷണർ ഇസ് ഇവാലുവേറ്റിംഗ് ടെൻഡർ ഫോർ ഹൗസിംഗ് പ്രോജക്ട് ആൻഡ് വൺ ബിഡർ ഇസ് ഹിസ് കസിൻസ് കമ്പനി. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഒന്ന് നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ലെങ്കിൽ പബ്ലിക് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെൻഡർ ഇവാലുവേറ്റ് ചെയ്യുക. അത് എന്ത് ചെയ്യുക, പ്രോപ്പർ പബ്ലിക് ഗുഡിന് മാക്സിമം പബ്ലിക് ബെനിഫിറ്റ് വരുന്ന രീതിയിൽ ഉള്ള ആൾക്ക് എന്ത് ചെയ്യുക, ടെൻഡർ കൊടുക്കുക. പക്ഷെ ഇവിടെ ഒരു കസിന്റെ കമ്പനിയാണ് ഉള്ളത്. സോ അവിടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും കൂടി വന്നു. അപ്പൊ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഇയാൾ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്ന എന്താ പറ്റുക, അവിടെ അയാളുടെ ഡിസിഷൻ മേക്കിംഗ് എന്താവും, ഇംപാർഷ്യൽ ആവില്ല, പാർഷ്യാലിറ്റി അവിടെ വരാൻ സാധ്യതയുണ്ട്, പബ്ലിക് ട്രസ്റ്റ് ലോസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പറയുന്ന ഡിസ്ക്ലോഷർ എന്ത് ചെയ്യുക, അതോറിറ്റീസിനെ അറിയിക്കുമ്പോൾ അതോറിറ്റീസിന് എന്ത് ചെയ്യാം, ഇതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറിച്ച് അലേർട്ട് ആയിരിക്കാം. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് കമ്മിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇവാലുവേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന ടെൻഡർ ഇവാലുവേഷൻ ഇൻഡിപെൻഡന്റ് കമ്മിറ്റീസിന് കൊടുക്കാം. അതുപോലെ തന്നെ വിജിലൻസ്, ലോക്പാല് പോലെയുള്ള ഓർഗനൈസേഷൻസിനൊക്കെ ഇത് പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ ഫൈനലി ട്രെയിനിങ് ആൻഡ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം ഹെൽപ്പ് ഒഫീഷ്യൽ ടു ഇന്റേണലൈസ് ദ വാല്യൂസ് ദാറ്റ് ആക്ട് ഇൻ ലൈൻ വിത്ത് പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ കൂടുതൽ പബ്ലിക് ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ഒക്കെ പോലെയുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ റെസൊല്യൂഷൻ നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതിനൊരു ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെയോ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് നമ്മൾ ട്രാൻസ്പെറൻസി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെക്സ് ഒക്കെ എൻഷുർ ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ലൈൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ ടലിസ്മാൻ ആണ്.
ഇപ്പൊ ഗാന്ധിയൻ തലിസ്മാൻ വെച്ചിട്ട് ഒഫീഷ്യൽസ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡിസിഷൻസ് ഒക്കെ പ്രോപ്പറായി നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഗാന്ധിയൻ തലിസ്മാൻ എന്താ പറയുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഡിസിഷൻ പുവറസ്റ്റ് ഓഫ് ദ പുവറിനെയും വീക്കസ്റ്റ് ഓഫ് ദ വീക്കിനെയും എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഗാന്ധിയൻ തലിസ്മാൻ പറയുന്നത്. അപ്പൊ ഗാന്ധിയൻ തലിസ്മാൻ അനുസരിച്ച് നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അറൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ആ ഒരു ഫോമിൽ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കുറച്ചും കൂടി ബെറ്ററായി അല്ലെങ്കിൽ പെർഫെക്റ്റ് ഒരു UPSC ആൻസറിന്റെ ലെവലിലേക്ക് വരുന്നതാണ്. അപ്പം ഇതാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇന്നത്തെ കീയും അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും. നാളെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണാം.